അങ്ങനെ സ്വന്തം അമ്മൂമ്മയ്ക്കെതിരെ അഹാന കൃഷ്ണ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഇത് തീർന്നില്ലേ? എടാ വടി കൊടുത്ത് അടി മേടിച്ചിട്ട് നിനക്ക് ഉറക്കം വരില്ലല്ലേ? ഇതിനൊരു അവസാനം ഇല്ലെന്ന് തോന്നുന്നു. ഇത് ഓൾറെഡി ക്ലോസ് ചെയ്ത ഒരു ചാപ്റ്റർ വീണ്ടും കുത്തി തുറക്കുന്ന ഒരു പരിപാടിയാണ് അഹാന ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. ഇവര് തമ്മിൽ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തതാണല്ലോ. അതിന് പിന്നാലെയാണ് വീണ്ടും പ്രശ്നങ്ങൾ കുത്തിപ്പോക്കുന്ന രീതിയിൽ ചില വെളിപ്പെടുത്തലുകളുമായി അഹാന രംഗത്ത് വരുന്നത്. ഇത് കണ്ടോ, ഇവന്റെ മുഖം മൂടി പിച്ച ചിന്തുന്ന ഫോട്ടോകളാ. ഇത് കണ്ടാ നിങ്ങൾ എല്ലാവരും ഞെട്ടും. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. അപ്പൊ അഹാനയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും അതീവ വേദനാജനകമായിരുന്നു. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഞങ്ങളെ അത് മാനസികമായി തളർത്തുന്നതായിരുന്നു. കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ പാടില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നും ജീവിച്ചിരുന്നത്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? അതിനാൽ വീട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യം പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയത് ഞങ്ങളെ വളരെയധികം ബാധിച്ചു. 360 ഡിഗ്രിയിൽ വട്ടത്തിലും കുഴപ്പമായോ? വികാരങ്ങൾ അതിര് കടക്കുമ്പോൾ പലപ്പോഴും യുക്തിയേക്കാൾ ഹൃദയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ പലപ്പോഴും പ്രതികരിച്ചു പോകാറുള്ളത്. എന്റെ അമ്മയെ അന്യായമായ ആളുകൾ വിമർശിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പ്രതികരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു പക്ഷേ ഞാൻ മിണ്ടാതിരിക്കണമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സത്യസന്ധമല്ലെന്ന് ഞാൻ വിശ്വസിച്ച ഒരു തെറ്റിദ്ധാരണയുടെ ഭാരം എന്റെ കുടുംബം ചുമക്കേണ്ടി വന്നേനെ. അത്രയ്ക്കൊന്നും ഇല്ല, നീ ചുമ്മാ ഓവറാക്കിയതാണ്. നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബോൾഡാണെന്ന്. ബോൾഡല്ല, ബോൾട്ടാണ്, ബോൾട്ട്. അന്നത്തെ സാഹചര്യത്തിൽ സത്യാവസ്ഥ പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ തിരുത്തുക മാത്രമാണ് ഞാൻ ചെയ്തതെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അതിനപ്പുറം എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു അപ്പോഴത്തെ തന്നെ ചിന്താഗതി. എന്നാൽ പിന്നീട് സംഭവിച്ചത് വ്യാജ ആരോപണങ്ങളും നുണകളും ഇല്ലാത്ത ചില കഥകളും അതീവ സ്വകാര്യമായിട്ടുള്ള ചില ചാറ്റുകളും പൊതുസമൂഹത്തിന് മുന്നിൽ എത്തുന്നതായിരുന്നു. ഞാനൊരു ചെറിയ തെറ്റ് കാണിച്ചു എന്ന് പറഞ്ഞാൽ അവളെ ശിക്ഷിക്കുന്നത് ശരിയാണോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? ചില ആളുകൾ പറഞ്ഞതും ചെയ്തു കൂട്ടിയതുമായിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് ഞാൻ മുൻകൂട്ടി മനസ്സിലാക്കിയില്ല. ചിലർ സ്വന്തം വാക്കുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറില്ല. അവർ പുതിയ കഥകൾ മെനഞ്ഞെടുത്ത് ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുന്നു. കാരണം അത്തരത്തിലുള്ള കഥകൾ ആസ്വദിക്കാനും പ്രചരിപ്പിക്കാനും താല്പര്യമുള്ള നിരവധി ആളുകൾ ഇന്റർനെറ്റിൽ ഉണ്ടെന്ന് അവർക്കറിയാം. അതൊന്നും ഞാൻ മുൻകൂട്ടി കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? എരണക്കേട് അച്ചിട്ടള. ഇതെല്ലാം സംഭവിക്കാമെന്ന് ഞാൻ കരുതിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ മൗനം പാലിക്കാൻ തീരുമാനിച്ചേ. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. വിശ്വസിക്കാവടോ, ഇതുപോലെ എത്ര എണ്ണം വന്നിട്ടുള്ള